DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് ശേഷം സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ക്രിസ്മസ് പ്രമാണിച്ചും ഈ മാസം തിരഞ്ഞെടുപ്പുണ്ടായതുമൊക്കെ പരിഗണിച്ച് കൂടുതൽ വിഹിതങ്ങളാണ് പ്രത്യേകിച്ചും നീല വെള്ള കാർഡുകാർക്കൊക്കെ ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. വിശദ വിവരങ്ങൾക്ക് എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കേരളത്തിൽ 2.58 ലക്ഷം റേഷൻ കാർഡുകൾ റദ്ദാക്കിയതായി കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ ഇന്നലെ അറിയിച്ചിരുന്നു. രാജ്യമൊട്ടാകെ 2.5 കോടിയോളം റേഷൻ കാർഡുകളാണ് റദ്ദാക്കിയത്. അനർഹരായിട്ടുള്ളവർ, ഇരട്ട റേഷൻ കാർഡുള്ളവർ, EKYC പൊരുത്തക്കേട്, മരണം, സ്ഥലം മാറ്റം തുടങ്ങിയ കാരണങ്ങളാണ് റേഷൻ കാർഡ് റദ്ദാക്കുന്നതിനായി സർക്കാരുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ EKYC ആധാർ ഒതന്റിക്കേഷൻ പൂർത്തിയാക്കാത്തത് മൂലം റേഷൻ കാർഡ് റദ്ദാക്കിയിട്ടില്ലെന്നും കേന്ദ്രഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. കേരളം അതിദാരിദ്ര്യമുക്തമെന്ന പ്രഖ്യാപനം നടന്നുവെങ്കിലും സംസ്ഥാനത്ത് മഞ്ഞ റേഷൻ കാർഡുകൾ തുടരുമെന്ന് സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ക്രിസ്മസ് പ്രമാണിച്ച് നീല വെള്ള റേഷൻ കാർഡുകാർക്ക് ഇത്തവണ ഓണത്തിന് ശേഷം വീണ്ടും സ്പെഷ്യൽ അരി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൊതുവിഭാഗത്തിൽപ്പെടുന്ന നീല റേഷൻ കാർഡിന് സാധാരണ വിഹിതമായി കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ പതിവ് പോലെ ലഭിക്കും. ഇതുകൂടാതെ ഡിസംബറിൽ അധിക വിഹിതമായി 5 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലും ലഭിക്കും. വെള്ള റേഷൻ കാർഡിനും ഈ മാസം അരിവിഹിതം കൂടുതലുണ്ട്. നവംബർ മാസത്തിൽ 5 കിലോ അരി ആയിരുന്നു വെള്ളക്കാർഡിനെങ്കിൽ ഡിസംബറിൽ 10 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലാണ് വെള്ളക്കാർഡിന് ലഭിക്കുക. ഇതുകൂടാതെ 20 കിലോ അരി സപ്ലൈകോ സ്റ്റോറുകളിൽ നിന്നും എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഈ മാസം വാങ്ങാവുന്നതാണ്. കിലോയ്ക്ക് 25 രൂപയാണ് സപ്ലൈകോയിൽ നിന്നും ലഭിക്കുന്ന അരിയുടെ വില. ഇതുകൂടാതെ 8 കിലോ കെ റൈസ് ഉൾപ്പെടെ 13 സബ്സിഡി പലവ്യഞ്ജനങ്ങളും എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ സപ്ലൈകോയുടെ 50-ാം വാർഷികം പ്രമാണിച്ച് സബ്സിഡി ഇല്ലാത്ത സാധനങ്ങൾ വാങ്ങുമ്പോഴും വലിയ തോതിലുള്ള ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സപ്ലൈകോയുടെ നേതൃത്വത്തിലുള്ള ക്രിസ്മസ് ഫെയറുകൾ ഈ മാസം 20 മുതൽ ആരംഭിക്കും. വിലക്കുറവിൽ അവിടെ നിന്നും സാധനങ്ങൾ ലഭിക്കുന്നതാണ്. നീലവെള്ള കാർഡുകാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം, സംസ്ഥാനത്ത് ഇപ്പോൾ വളരെയധികം BPL റേഷൻ കാർഡ്, അതായത് PHH പിങ്ക് റേഷൻ കാർഡ് ഒഴിവുകളുണ്ട്. ഇതിനു മുൻപ് നീല വെള്ള റേഷൻ കാർഡുകാരിൽ നിന്നും പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറുവാനുള്ളവരുടെ അപേക്ഷ ക്ഷണിച്ചപ്പോൾ അപേക്ഷകൾ കുറവായിരുന്നു. അപേക്ഷിച്ച ഭൂരിഭാഗം പേർക്കും ലഭിക്കുകയും ചെയ്തിരുന്നു. പിങ്ക് റേഷൻ കാർഡിൽ വളരെയധികം ഒഴിവ് നികത്താതെയുള്ളതിനാൽ കേന്ദ്ര സർക്കാർ മുൻഗണനാ BPL കാർഡിന്റെ സ്ഥാനത്ത് നിന്ന് അനുവദിച്ചിരിക്കുന്ന എണ്ണം കുറയ്ക്കുമോ എന്നുള്ള സംശയം വന്നതിന്റെ സാഹചര്യത്തിൽ ഇപ്പോൾ വീണ്ടും പിങ്ക് റേഷൻ കാർഡിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. പിങ്ക് റേഷൻ കാർഡ് ലഭിക്കുന്നതിന് അർഹതയുള്ള നീലവെള്ള റേഷൻ കാർഡുകാർക്ക് ഓൺലൈനായി ഡിസംബർ 16-ാം തീയതി വരെ അപേക്ഷിക്കാവുന്നതാണ്. അക്ഷയ കേന്ദ്രം വഴിയോ അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴി സ്വന്തമായോ അപേക്ഷ നൽകാം. പിങ്ക് റേഷൻ കാർഡ് ലഭിച്ചാൽ കൂടുതൽ അരി, ഗോതമ്പ്, ആട്ട വിഹിതങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അരിയും ഗോതമ്പുമെല്ലാം സൗജന്യമാണ്. മാത്രമല്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വളരെയധികം ക്ഷേമ പദ്ധതികൾക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനും BPL റേഷൻ കാർഡ് ആവശ്യമായി വരുന്നതാണ്. അതിനാൽ അർഹതയുള്ളവർ ഡിസംബർ 16-നുള്ളിൽ തന്നെ അപേക്ഷകൾ സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കുക. മറ്റൊരു അറിയിപ്പ്, സംസ്ഥാനത്ത് റേഷൻ മണ്ണെണ്ണയുടെ വില വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പുതിയ വില ലിറ്ററിന് 74 രൂപയാണ്. 6 മാസത്തിനിടെ പലതവണയായി 13 രൂപയാണ് കൂടിയത്. ക്രൂഡ് ഓയിൽ വിലവർധനയാണ് മണ്ണെണ്ണ വിലവർധനവിന് കാരണമായി കമ്പനികൾ പറയുന്നത്. പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.